സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ മുന്നേറ്റം തുടർന്ന പാലക്കാട്. മലപ്പുറമാണ് തൊട്ടുപിന്നിൽ. അത്ലറ്റിക് മീറ്റിലെ ആദ്യ ഇരട്ട സ്വർണം മലപ്പുറത്തിന്റെ ആദിത്യ അജി സ്വന്തമാക്കി. 110 മീറ്റർ ഹഡിൽസിൽ ഫസലുൽ ഹക്കിനും ഡിസ്കസ് ത്രോയിൽ സോന മോഹനും മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. 1267 പോയിന്റുമായി തിരുവനന്തപുരമാണ് ഓവറോൾ പോയിന്റിൽ മുന്നിൽ. രണ്ടാം സ്ഥാനത്തുള്ള തൃശൂരിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം. മഹേഷ് പോരൂരിലേക്ക്. ജീന, ഇന്ന് 2 മീറ്റ് റെക്കോർഡുകളാണ് ട്രാക്കിലും ഫീൽഡിലുമായി പിറന്നത്. ട്രാക്കിൽ 110 മീറ്റർ ഹഡിൽസിൽ ഫസലുൽ ഹക്ക് നാവാമുകുന്ദയുടെ ഫസലുൽ ഹക്കിന്റെ ഒരു മീറ്റ് റെക്കോർഡ് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഇന്ന് ഡിസ്കസ് ത്രോയിൽ സോന മോഹൻ കാസർഗോഡ് KC ത്രോസിൽ നിന്നുള്ള താരമാണ്, കുട്ടമത്ത് HSSലെ താരമാണ്. 2 മീറ്റ് റെക്കോർഡുകളാണ് ഇന്ന് പിറന്നത്. ഇന്ന് ഈ ട്രാക്കിനെ തീപിടിപ്പിച്ചത് ഹർഡിൽസ് മത്സരങ്ങളായിരുന്നു. അതിൽ 110 മീറ്റർ ആൺകുട്ടികളെ ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ പാലക്കാടിന്റെ അലൻജിത്ത് സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മലപ്പുറത്തിന്റെ താരം ഫസലുൽ ഹക്ക് സ്വർണം നേടിയത്. 13.78 ഓടിയെത്തിയാണ് പുതിയ മീറ്റ് റെക്കോർഡ് ഫസലുൽ ഹക്ക് സ്വന്തമാക്കിയത്. ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ ആലപ്പുഴയുടെ അനാമിക അജേഷ് സ്വർണം നേടി. 100 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിത്യ അജി, മലപ്പുറത്തിന്റെ നാവാമുകുന്ദയുടെ ആദിത്യ അജി സ്വർണം നേടി. ആദിത്യ ഇന്നലെ 100 മീറ്ററിലും സ്വർണം നേടിയിരുന്നു. ആദ്യ ഡബിൾ ആദിത്യ സ്വന്തമാക്കി. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 80 മീറ്റർ ഹഡിൽസിൽ പാലക്കാടിന്റെ റൈഹാന എം എന്ന് പറയുന്ന റൈഹാന ഒരു മികച്ച റണ്ണാണ്. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയ വ്യത്യാസത്തിലാണ് റൈഹാന ഓടിയെത്തിയത്. തിരുവനന്തപുരത്തിന്റെ ശ്രീനന്ദയ്ക്കാണ് ഈ ഇനത്തിൽ വെള്ളിയുള്ളത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഹർഡിൽസിൽ മലപ്പുറത്തിന്റെ അഭയ് പ്രതാപ്, UP സ്വദേശിയാണ്. UP യിൽ നിന്നാണ് അദ്ദേഹം മലപ്പുറത്തിന്റെ നാവാമുകുന്ദ സ്കൂളിന് വേണ്ടി മത്സരിക്കാനെത്തിയത്. അവിടെയും അദ്ദേഹത്തിന് വിജയമുണ്ടായി. ഏതായാലും അഭയ് പ്രതാപിന്റെ സ്വർണത്തോടു കൂടി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാടുമായി മലപ്പുറത്തിന് ഒരു ഫൈറ്റ്, വലിയൊരു ഫൈറ്റ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ പെൺകുട്ടികളുടെ നടത്തത്തിൽ 3000 മീറ്റർ നടത്തത്തിൽ നിരഞ്ജന, മലപ്പുറത്തിന്റെ നിരഞ്ജന ഇന്ന് സ്വർണം നേടി. എറണാകുളത്തിന്റെ താരമായ അലോഷ്യസ് ബോബൻ കീരാൻപാറ 5000 മീറ്റർ നടത്തത്തിൽ സ്വർണം നേടി. അതായിരുന്നു ഇന്നത്തെ ആദ്യ ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ 1500 മീറ്റർ മത്സരങ്ങൾ ഈ ട്രാക്കിൽ പുരോഗമിക്കുകയായിരുന്നു. അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം GV രാജയിലെ ശിവപ്രസാദ് സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ പാലക്കാടിന്റെ K വീണയാണ് സ്വർണം നേടിയിരിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 600 മീറ്റർ സബ് ജൂനിയർ സീനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ ആൺ പെൺകുട്ടികളുടെ വിഭാഗം 600 മീറ്റർ ഉണ്ട്. 4x400 മീറ്റർ റിലേ മത്സരങ്ങളും ഇന്ന് നടക്കാനുണ്ട്. 8 മണിക്ക് മുമ്പ് 4x400 മീറ്റർ റിലേയും ഇവിടെ നടക്കും. ജീന. ശരി, മഹേഷ് പൂലൂരാണ് തത്സമയ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.